ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇച്ചിരി മഴയൊക്കെ ഒന്ന് തോന്നിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് കഴുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോരത്തിന് വേണ്ടിയിട്ട് ഒരു സവോളയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ദാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു തോരൻ വയ്ക്കാം ചെയ്യുന്നില്ല. പിന്നെ കേശുവിനെ അങ്ങനെ അഴിച്ച് വിട്ടിരിക്കുന്നു കേട്ടോ. പിടിച്ച് കെട്ടാൻ പോയില്ല. വയറൊക്കെ നിറഞ്ഞ് പുല്ലൊക്കെ തിന്നതിനെ കൊണ്ട് അവിടെ തെങ്ങിൻ്റെ മുട്ടി കിടക്കുന്നുണ്ട്. കാലത്തെ അഴിച്ച് വിട്ട്. പിന്നെ 1-2 തുണി ഉണ്ടായിരുന്നു, അതും കഴുകി കുളിച്ച് കയറി വന്നു. കാരണം പിന്നീടായി കഴിഞ്ഞാൽ മഴയാണ്, പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് പെട്ടെന്നൊക്കെ വെച്ചൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ തോരത്തിനുള്ളതും കൂടെ പെട്ടെന്നൊന്ന് അരച്ചെടുത്തിട്ട് വരട്ട്. ചിലപ്പോൾ മഴ പെയ്താൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല, ഞാൻ പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം അങ്ങ് കുഴഞ്ഞ് മറിഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വന്നിട്ടുള്ളവർ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണുക. അതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് എൻ്റെ വാടക വീടെന്നാണ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും ഈ നമ്മളെ യൂട്യൂബിലുള്ള അതേ പേര് തന്നെയാണ് കേട്ടോ അതിലുമൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള ആരെങ്കിലും ആണ് നമുക്കുള്ള ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നമ്മളെ യൂട്യൂബും കൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടൊക്കെ പെട്ടെന്നൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇത് സ്റ്റാൻഡൊന്നും ഇല്ലാത്തതിനെ കൊണ്ടേ ഒരു സൈഡിലോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊബൈലെടുത്ത് ഇങ്ങോട്ടൊന്ന് ബാക്ക് ക്യാമറ ഓണാക്കി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ തോരത്തിന് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് കടുക് വറുത്ത് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇങ്ങനെ ചട്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരട്ടെ കേട്ടോ. ചൂടായതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ മതി. ഇത്തിരി വെളിച്ചെണ്ണ ഇച്ചിരി ഒന്ന് കടുകിട്ട് പൊട്ടിച്ച് റെഡിയാക്കി നമുക്ക് എടുക്കാമേ. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒരു ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളേ. നന്നായിട്ട് ഇതിനൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതിനൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. കടുകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് പൊട്ടി വരട്ട്. പൊട്ടി വരുന്ന നേരത്തിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഒത്തിരി മതി. വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. ഇളക്കി കൊടുക്കട്ടെ. ഇതിനിപ്പോൾ നന്നായിട്ട് ആവിയിലിരുന്ന് വെന്ത് ഇതിനകത്തുനിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും കേട്ടോ. കാരണം ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും ഇതിന് വേവിട്ട് നമ്മളെ കേശു ഇതോ അടക്കുന്നു കണ്ടതുകൊണ്ട്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതേ ഈ സൈഡ് നോക്കിയേ, ഇതിന് തന്നെ ഇറങ്ങുന്ന വെള്ളമാണ് കേട്ടോ. കാരണം നമ്മളെ ഈ ഒരു കഴുത്തങ്ക ഉണ്ടല്ലോ, ഇത് വെള്ളമാണ്. എൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. കണ്ടോ, അയ്യോ ഉണ്ടോ, തന്നെ ഇതിനകത്ത് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടന്ന് സെറ്റാവട്ടെ. തോരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. വലിയ രീതിയിലുള്ളതൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പം. പിന്നെ അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച അപ്പം ചൂടാണ്. അപ്പോൾ എനിക്കും ഹാപ്പിക്കും ഇന്ന് അപ്പമാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊന്നും ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. കാരണം എല്ലാം നമ്മൾ ഓരോന്നോരോന്ന് അടുപ്പിച്ച് തരണം ചെയ്തെല്ലാം കൊണ്ടുവരില്ലേ. അപ്പോൾ എല്ലാം ഞാൻ എന്തായാലും ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി അധികം സ്നേഹം അറിയിക്കണം.